കുറച്ച് കാലം എന്റെ സ്റ്റുഡൻസ് പറയണു മൈക്ക് കൈ പിടിക്കുമ്പോൾ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഇവിടെ കുത്തി വെച്ചൂടെ, കുത്തി വെച്ചിട്ടുണ്ട്. ഞാനത് ശബ്ദം അധികം കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായപ്പോഴാണ് ഞാൻ എടുത്തിട്ട് മുന്നോട്ട് വിളിച്ചത്. പക്ഷെ ഇപ്പൊ ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലെ, നമുക്ക് നോക്കി നോക്കാം. അപ്പോ ഇന്ന് നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പഠിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. എല്ലാ വീഡിയോ ആദ്യം പറയും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ശരിക്കും ഇമ്പോർട്ടന്റ് ആട്ടോ. അവൻ പോയി എന്നെങ്ങനെ പറയും? He went, he's gone, he has gone, he had gone. ഇതിലിപ്പോ ഏത് ഉപയോഗിക്കും എന്നൊരു സംശയം പലർക്കും കണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി എന്റെ സ്റ്റുഡൻസ് ചില സമയത്തൊക്കെ ചോദിക്കും ഇതില് എന്താണ് ശരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ കാര്യം ഉപയോഗിക്കാൻ പറ്റും. കാരണം എപ്പോഴും പോകുന്നു ആരെങ്കിലുമൊക്കെ എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ പോകുന്ന കാര്യങ്ങൾ പറയാൻ ഏത് ടെൻസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം കേട്ടോ. ആദ്യം he went. ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള പാസ്റ്റ് ആണ്. വെന്റ് എന്നുള്ള ഫോം ഉപയോഗിക്കുമ്പോൾ he went. അതിന്റെ അർത്ഥം എന്താ? മുമ്പ്. സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള പാസ്റ്റ്. പാസ്റ്റ് എന്ന് വെച്ചാൽ മുമ്പുള്ള സമയം. ആ മുമ്പുള്ള ഏതോ ഒരു സമയത്ത് എന്തോ ഒരു സംഭവം നടന്നു, ആരോ പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ he went എന്ന് പറയാം. എന്നുവെച്ചാൽ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞു, പോവുക എന്നുള്ള പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ആണ് നമ്മളവിടെ സ്ട്രെസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ എസ്പെഷ്യലി ഇന്ന് രാവിലെ അവൻ സ്റ്റോറിലേക്ക് പോയി. അപ്പൊ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉച്ചയ്ക്കാണ് പറയണേ. അപ്പൊ ഇന്ന് രാവിലെ കഴിഞ്ഞു പോയ സമയല്ലേ. അപ്പൊ he went to the store this morning. രാവിലെ അവൻ സ്റ്റോറിൽ പോയി. അവൻ ജോലിക്ക് ശേഷം വീട്ടിലേക്ക് പോയി. അപ്പൊ ജോലി കഴിഞ്ഞു, അതിന് ശേഷം ഒക്കെ പാസിൽ നടന്നു. അപ്പൊ he went home, he went to home എന്ന് പറയില്ല കേട്ടോ. ഈ ഹോം, അപ്സ്റ്റേഴ്സ്, ഡൗൺസ്റ്റേഴ്സ്, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എബ്രോഡ് ഇതിനൊന്നും ഒപ്പം നമ്മൾ പ്രപ്പോസിഷൻ ഉപയോഗിക്കില്ല. he went to abroad എന്നൊന്നും പറയുന്നത്. he went abroad കേട്ടോ. അപ്പൊ ഹോമും അതുപോലെ തന്നെയാ. ആഡ്വേർബ്സ് ഓഫ് പ്ലേസ് എന്തൊക്കെ പറയും. നേരത്തെ ഗ്രാമറിന് അധികം ഡീറ്റെയിൽസ് പോകണ്ട. ചില കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട എന്ന് പറയില്ല നമ്മൾ കുട്ടികൾക്ക്. അതുപോലെ ഇങ്ങനത്തെ ചില വാക്കുകളുടെ ഒപ്പം നമ്മൾ ടു ചേർക്കണ്ട. മാർക്കറ്റിലോ സ്റ്റോറിലോ പോവുകയാണെങ്കിൽ ടു ചേർത്തോളൂ. പക്ഷെ ഇങ്ങനത്തെ ഏതൊക്കെയാ? ഹോം, അബ്രോഡ്, ഇൻ, ഔട്ട്, ഇൻസൈഡ്, ഔട്ട്സൈഡ്, നോർത്ത്, സൗത്ത്. he went to north എന്ന് പറയില്ല, he went north. പിന്നെ അപ്സ്റ്റേഴ്സ്, ഡൗൺസ്റ്റേഴ്സ്, മുകളിലത്തെ നിലയിൽ, താഴത്തെ നിലയിൽ, എവിടെ ഏത് നിലയിലേക്ക് പോയതൊക്കെ പറയും ടു ചേർക്കുന്നത് കേട്ടോ. അപ്പൊ he went home after work, ജോലിക്ക് ശേഷം. ആഫ്റ്റർ വർക്ക് എന്ന് പറഞ്ഞാൽ മതി, ജോലിക്ക് ശേഷം he went home. അപ്പൊ ഇത് വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ്. ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ അടുത്തത് പഠിക്കുമ്പോഴാണ് അപ്പോഴോ ഇതോ എന്നുള്ളൊരു ചോദ്യം വരിക. അപ്പൊ നമുക്ക് അടുത്തേക്ക് നോക്കാം. he is gone. അതിപ്പോ പറയും ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. he is happy എന്നൊക്കെ പറയേ, അതുപോലെയാണ് he is gone. പക്ഷെ ഹാപ്പി ഒരു അഡ്ജക്റ്റീവ് അല്ലേ. ഇതെന്താ ഗോൺ വന്നേ? ഇവിടെ നമ്മള് V3 ഫോം ഓഫ് ദ വേർബ് അല്ലെ. V3 ആണല്ലോ ഗോൺ. ഗോഡ് V3 ആണ് ഗോൺ. ഇത് നമ്മള് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ഇത് തന്നെയാണ് പലരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോമന്റ് വന്നതാ, ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. അവിടെയാണ് കൺഫ്യൂസ്ഡ്. ഗോട്ട് ഉണ്ട്, കൺഫ്യൂസ്ഡ് ഉണ്ട്. എന്താ ഒരു ഉത്തരവാദിത്തം പഠിപ്പിക്കുമ്പോ കൺഫ്യൂസ്ഡ് എന്നുള്ളത് അവിടെ കൺഫ്യൂസിന്റെ V3 അത് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഹാപ്പി പോലെ. ഓക്കെ, നമ്മുടെ അവസ്ഥ പറയണാണ്. അപ്പൊ ഇവിടെ എന്ത് അവസ്ഥയാണത്? പോയിരിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? അതെന്താ അവസ്ഥയാണ്? പോയ അവസ്ഥ എന്നുവെച്ചാൽ അവിടെ ഇല്ലാത്തൊരവസ്ഥ. ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് എന്ന് പറയില്ലേ, അവിടെ തീരെ ഇല്ലെങ്കിലും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥ കാണിക്കാനാണ് ഇത്. അതിന്റെ അർത്ഥം എന്താ? ഇയാള് ഈ പറയുന്ന മനുഷ്യൻ ഇപ്പൊ ഇവിടെ ഇല്ല, അതാണ്. ഓക്കെ, അതല്ലെങ്കിൽ അവര് സ്ഥലം കാലിയാക്കി. ശരിക്കും അതാണ്, സ്ഥലം കാലിയാക്കി എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയില് സ്ഥലം കാലിയായി, അയാൾ ഇല്ലാത്ത ആ അവസ്ഥ. അല്ലെങ്കിൽ അയാള് ഇഹലോകവാസം വെടിഞ്ഞു എന്നൊരർത്ഥം വളരുന്നുണ്ട്. മനസ്സിലായോ? പരലോകം പുൽകി എന്നുള്ള ഒരു അർത്ഥവും ഹീസ് ഗോൺ ഉണ്ട്. ഓർത്തേക്കണേ. അപ്പൊ എപ്പോഴും ഹീസ് ഗോൺ വെച്ച അർത്ഥം ഉണ്ടാവണം നിർബന്ധമില്ല. കുറെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് ബന്ധുക്കൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ അങ്ങനെ. അപ്പൊ നമുക്ക് ഇത് എവിടെ യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആള് ഇല്ല, ആള് ആബ്സെന്റ് ആണ്. നെഹി നെഹി നെഹി, ആളെവിടെ? നെഹി എന്നുള്ള ആ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഹീസ് ഗോൺ എന്ന് പറയാം. ഓക്കെ, അവനെവിടെ? വേർ ഈസ് ഹി? ഹീസ് ഗോൺ. ഇവിടെ ഇല്ല. നമ്മള് ഭയങ്കര വലിയ കള്ളന്മാരൊക്കെ, റോബിൻ ഹുഡിനൊക്കെ പോലെ, അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണിനെ പോലെയൊക്കെ കള്ളന്മാര് എന്തെങ്കിലുമൊക്കെ കള്ളത്തിനെ കാണിച്ചിട്ട് പോലീസ് വരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് കൊച്ചുണ്ണിയുടെ സൈഡിലാണ്. അപ്പൊ
പോലീസ് ഇങ്ങനെ എത്തിയിട്ട് റൂം തുറന്നിട്ട് അവനെവിടെ വേർസ് ഹി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഹീസ് ഗോഡ്, നിനക്കിനെ അവിടെ കിട്ടില്ലടാ പോലീസെ, അങ്ങനെ പറയില്ലേ പണ്ടത്തെ സിനിമകൾ. ഞങ്ങളെ കുറച്ച് പണ്ടത്തെ സിനിമകളിലെ ഒരു ഡയലോഗാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പൊ ഹീസ് ഗോഡ് എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇല്ല, അവിടെ അപ്രത്യക്ഷമായി, അല്ലാതെ അവൻ അവിടെ ഈ ലോകവാസം വെടിഞ്ഞു എന്നുള്ള അർത്ഥമല്ല. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഹീസ് ഗോഡ് ആളിപ്പോ അവിടുന്ന് സ്ഥലം കാര്യമാക്കി. അപ്പൊ നമ്മുടെ കോൺസ്റ്റബിൾ അവൻ എവിടെയെന്ന് ചോദിച്ച കോൺസ്റ്റബിൾ സാറിനോട് പറയാണ്, സാർ ഇറ്റ്സ് ടു ലേറ്റ്, ഹീസ് ഗോൺ ഓൾറെഡി. സാർ നമ്മൾ വൈകിപ്പോയി, നമ്മൾ വൈകിയിരിക്കുന്നു, ഇറ്റ്സ് ടു ലേറ്റ്, ഹീസ് ഗോൺ ഓൾറെഡി, അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ആള് ഇല്ലാതായിരിക്കണം അവിടെ, അതാണ് ഹീസ് ഗോൺ. അപ്പൊ അത് മറക്കുവോ? ആ പോകുന്ന ആ പ്രവൃത്തിനെ അല്ല അവിടെ കാണിക്കണേ, അപ്രത്യക്ഷമായി അവിടെ ഇല്ല എന്നുള്ള ആ അവസ്ഥയെ കാണിക്കുന്നതാണ് ഹീസ് ഗോൺ. ഈ ഹി ഇസ് ഗോണിനെ നമ്മള് ചുരുക്കിയിട്ട് ഹീസ് ഗോൺ, ഹി അപ്പോസ്ട്രോഫി എസ് ഗോൺ, ഹീസ് ഗോൺ എന്ന് പറയും. ഇതുപോലെ തന്നെ ഹീസ് ഗോൺ എന്ന് പറയുന്ന വേറൊരു സെന്റൻസ് ആണ് ഹി ഹാസ് ഗോൺ എന്ന് വെച്ചാൽ ഹി ഇസ് ഗോൺ, ഹി ഹാസ് ഗോൺ, ഇതിനെ രണ്ടിനെ നമുക്ക് ഹീസ് ഗോൺ എന്ന് പറയാം. അപ്പൊ പിന്നെ ഏത് എന്ന് എങ്ങനെ മനസ്സിലാക്കും നമ്മൾ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, കോണ്ടെക്സ്റ്റ്, നമ്മുടെ സാഹചര്യം, ആ സെന്റൻസിന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എന്തെങ്കിലും സെന്റൻസ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ചാണ് മനസ്സിലാവുക. അപ്പൊ എങ്ങനെയാ ഹി ഹാസ് ഗോണിന്റെ അർത്ഥം എന്താ? ഇത് ഏത് ടെൻസാ അറിയില്ല എന്ന് മാത്രം പറയരുത്, എന്റെ ചങ്ക് തകർന്നു പോകും. എത്രമാത്രം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായി തോരാതെ ഓർമ്മയില്ലേ? പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, ഹി ഹാസ് ഗോൺ, ഐ ഹാവ് ആൻഡ് V3. ഇങ്ങനത്തെ ഹാസോ ഹാവോ വന്നിട്ട് V3 വരുമ്പോ ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, അറിയില്ലേ പ്രസന്റ് പെർഫെക്റ്റ്? ഒരൊറ്റ വീഡിയോ ഉണ്ട് പ്രസന്റ് പെർഫെക്റ്റ് അരച്ച് കാലൊക്കെ കുടിക്കാൻ ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ഭയങ്കര വ്യൂസ് കിട്ടിയൊരു വീഡിയോ. കാരണം ആ വീഡിയോ കണ്ടിട്ട് ലൈക്ക് എല്ലാവർക്കും കാര്യം ക്ലിയർ ആയി. ഇതിൽ കൂടുതൽ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എന്റെ കോമന്റ് ഉണ്ട്. അത് എന്നും പിന്നെ എന്താ പറയാ, സ്വർണ്ണപ്പതക്കമായിട്ട് നമ്മൾ കരുതില്ലേ ചില കാര്യങ്ങൾ, അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അതിന്റെ ലിങ്ക് പ്രസന്റ് പെർഫെക്റ്റ് എന്ന ചാനൽ സെർച്ച് ചെയ്ത് കിട്ടും. ഇല്ലെങ്കിൽ എന്റെ എൻഡിൽ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഏതാ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം കാണിക്കില്ലേ, അവിടെ ഞാൻ ലിങ്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് കണ്ടുവെക്കും. നല്ല വീഡിയോ ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ഡീറ്റെയിൽഡ് ആയി പഠിക്കാൻ. അത് കണ്ടവരിനി കണ്ട, കാണാത്തവർ മാത്രം കേട്ടോ. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹി ഹാസ് ഗോൺ. അതിന്റെ അർത്ഥം എന്താ? പ്രസന്റ് പെർഫെക്റ്റ് പൊതുവെ നമ്മള് അയാള് തൊട്ട് മുമ്പ് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഇപ്പം റെലവെന്റ് ആണെങ്കിലാണ് പറയാം. പാസ്റ്റ് പ്രസന്റിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇതിപ്പോ എന്താന്ന് വിചാരിക്കും, കുറച്ച് യൂസ് കേസ് പറഞ്ഞു അപ്പൊ ക്ലിയർ ആവും. അവൻ എവിടെ? കാര്യങ്ങളും കൊച്ചുണ്ണി അല്ല അവിടെ കൊച്ചുണ്ണി ഹീസ് ഗോൺ, ഹീസ് ഗോൺ സാർ, ഹീസ് ഗോൺ, ഇനി അവനെ കിട്ടില്ല സാറിന്, അത് ഹീസ് ഗോൺ. ഇത് ഹി ഹാസ് ഗോൺ എന്ന് പറയുമ്പോ നിങ്ങള് ദോശ ഉണ്ടാക്കാം, ഭയങ്കര അടുക്കള കഠിനമായ പണിയാണ്, ദോശ പാല് എല്ലാം കൂടെ തറച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ടിങ് ടോങ് കോളിംഗ് ബെൽ അടിക്കണേ, കോളിംഗ് ബെൽ. അതെന്താ പറയുന്നത്? കോളിംഗ് ബെൽ മാറ്റിയിടൊന്നുമില്ലല്ലോ അല്ലെ. അപ്പൊ പുറത്തുനിന്ന് ആരാണാവോന്ന് വെച്ചിട്ട് ഓടി വന്നപ്പോ മോനില്ലേ, നമ്മുടെ മോന്റെ കൂട്ടുകാരൻ വന്ന് അന്വേഷിക്കുക, അവനില്ലേ? ഓ അറിയില്ലേ, അവനെ മാർക്കറ്റിൽ പോയിരിക്കുക. ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. അതിന്റെ അർത്ഥം എന്താ? മാർക്കറ്റിലേക്ക് വിട്ടിരിക്കുക അവൻ എന്ത് വാങ്ങിക്കാൻ? മുട്ട വാങ്ങിക്കാൻ. തിരിച്ച് വരും അല്ലെ, അങ്ങനെ പോയിട്ട് ഒന്നുകൂടി വരും. അപ്പൊ ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവനിപ്പോ മാർക്കറ്റിൽ പോയിരിക്കുക. അതിന്റെ അർത്ഥം അവനോട് ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം അവൻ അപ്രത്യക്ഷമായതൊന്നുമല്ല, നല്ല കൊച്ചുണ്ണിനെ പോലെയൊന്നുമല്ല. അവൻ പോയിരിക്കുകയാണ്, ഉടനെ വരും എന്നുള്ളൊരു ധ്വനിയായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരാൾ വന്ന അവൻ എവിടെയാന്ന് വെച്ചാൽ ഇന്നൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഹി ഹാസ് ഗോൺ ടു ഇൻ എ പ്ലേസ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓഫീസിലാണ്, അങ്ങനെയാണെങ്കിൽ അവൻ വീട്ടിൽ പോയിരിക്കുകയാണ്, ഇപ്പൊ വരും എന്ന് പറയണമെങ്കിൽ ഹി ഹാസ് ഗോൺ ഹോം. അവിടെ ടു ചേർക്കരുത്, ട്രിക്കി ക്വസ്റ്റൻ ആയിരുന്നു. അവിടെ ആരെങ്കിലും ടു ചേർത്തിട്ടുണ്ടെങ്കിൽ ഇമ്പോസിഷൻ ചെയ്തിരുന്നു. അവിടെ ടു ചേർത്തിട്ടുണ്ടെങ്കിൽ പറയണേ സോറി ഞാൻ ടു ചേർത്ത് പോയി, ഇനി ചേർക്കില്ല എന്നൊരു പറഞ്ഞുള്ളൂ. സത്യസന്ധമായിട്ടുണ്ടോ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ? സത്യസന്ധതയ്ക്ക് യാതൊരു കുറവും പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് വലിയ ബിസിനസ്സുകാരിയാണ്, ബിസിനസ്സുകാരി സിഗരറ്റ് പണ്ടത്തെ രീതിയിൽ വലിക്കില്ലേ. ഇപ്പൊ ഒന്നും അതിന് സിഗരറ്റ് വലിക്കും, ഞാൻ സിഗരറ്റ് വലിക്കാം, ടെസ്റ്റിന് വേണ്ടി കളിക്കാം കേട്ടോ. അപ്പൊ അവൻ ലണ്ടനിൽ പോയിരിക്കണോ ജോലിക്ക് വേണ്ടിയിട്ട്, എങ്ങനെ പറയും? ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഹി ഈസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക്. അവിടെയോ
ഹി ഈസ് ഗോൺ എന്ന് പറഞ്ഞ അല്ല, ഹി ഹാസ് തന്നെയാ. നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഹീസ് ഗോൺ എന്ന് പറയും. ഹീസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക്. കിട്ടിയോ? ഹീസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക്. അപ്പൊ ചിലവർക്ക് സംശയം, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോ ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ എടുത്തു പറയണോ? ഹീസ് ഗോൺ ടു ലണ്ടൻ എന്ന് പറയാം. പക്ഷെ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും രണ്ടുപേരും നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയണം അത് ഹി ഹാസ് ഗോൺ കേട്ടോ, ഹീസ് അല്ല. ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക്. ഓക്കെ, അപ്പോ പോയിരിക്കാണ്, തിരിച്ച് എത്തിയിട്ടില്ല. ഇപ്പൊ എവിടെയാ ആ പോയ സ്ഥലത്താണ് ആളുള്ളത്. ഓക്കെ, അപ്പോഴാണ് ഒരു പ്രധാനമായ ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് വിചാരിക്കാം, ബിസിനസ് ട്രിപ്പിന്. അവനല്ല അയച്ചത്, ഞാൻ നേരിട്ട് പോയി. അപ്പൊ ഐ ഹാവ് ഗോൺ ടു ലണ്ടൻ എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ ഫോൺ വിളിച്ച് ചോദിക്കാം, നീ ഇപ്പൊ എവിടെയാ? ഐ ഹാവ് ഗോൺ ടു ലണ്ടൻ എന്ന് പറയോ? ഇല്ല. മലയാളത്തിൽ പോയി ഞാൻ ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറയില്ലല്ലോ. ഞാൻ ലണ്ടനിൽ വന്നിരിക്കുകയാണ് എന്നല്ലേ പറയുള്ളൂ. ഞാനാണ് ഈ പോകുന്ന വ്യക്തിയെങ്കിൽ അത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു കേസിൽ നമ്മൾ ഐ ഹാവ് ഗോൺ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ആകെ നമ്മൾ ഉപയോഗിക്കുക ഐ ഹാവ് കം ടു ദുബായ് അല്ലെങ്കിൽ ഐ ഹാവ് കം ടു ലണ്ടൻ. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യമൊന്നും ഞാൻ പറയാറില്ല. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ. ഞാന് ദുബായ് പോയി തിരിച്ചു വന്നു, അങ്ങനെയാണെങ്കിൽ എന്താ പറയാ? ഐ ഹാവ് ബിൻ ടു ദുബായ്. ദുബായ്, ഐ ഹാവ് ബിൻ ടു ദുബായ്. ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് ഉണ്ടാവില്ല. മനസ്സിലായോ? ഞാൻ വേണ്ട, ഞാൻ അവനെന്ന് വെക്കാം. അവൻ ദുബായിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ എവിടെയാണ് അവൻ? ദുബായിൽ. അങ്ങനെയാണെങ്കിൽ ഹി ഹാസ് ഗോൺ ടു ദുബായ് അല്ലെങ്കിൽ ഹീസ് ഗോൺ ടു ദുബായ് എന്ന് പറയും. അവൻ ദുബായിൽ പോയി തിരിച്ചെത്തി, വീട്ടിലുണ്ട്. അപ്പൊ നമ്മൾ ഹി ഹാസ് ഗോൺ ടു ദുബായ് എന്ന് പറയില്ല. ആളിത്തെ എവിടെയാണ്? തിരിച്ചു വന്നില്ലേ? അപ്പൊ എന്താ പറയാ? ഹി ഹാസ് ബിൻ ടു ദുബായ് എന്ന് വെച്ചാൽ അവിടെ പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ ബിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. വാട്ട് ഈസ് ദിസ് ബിൻ? വേസ്റ്റ് ബിൻ? നോ. നമ്മൾ ഗോ എന്നുള്ള ആ വേർബിന് 2 V3 ഉണ്ട് ശരിക്കും. ഇത് കേൾക്കുമ്പോ എന്നെ തല്ലെന്ന് തോന്നും. ഒന്ന് ഗോൺ, ഒന്ന് ബീൻ. അപ്പൊ ബിയുടെ V3യോ? അതും ബീൻ. അപ്പൊ എങ്ങനെയാ 2 V3 തന്നെ? കാരണം നമ്മൾ എവിടെയും പോയിട്ടുള്ള എക്സ്പീരിയൻസ്, അവിടെ പോയിട്ടുണ്ട്, അവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ചു വന്നു എങ്കിൽ നമ്മൾ ഗോൺ എന്നുള്ള ഫോമിലല്ല ഉപയോഗിക്കുക, ബീൻ. അപ്പൊ ഇത് ബീനല്ല ടീച്ചറെ, അതൊക്കെ നമ്മൾ ചുരുക്കി ബിൻ ആണ് എളുപ്പത്തിൽ പറയാം. നമ്മളിപ്പോ കാഷ്വൽ കോൺവെർസേഷൻ ഒന്നും ഐ ഹാവ് ബീൻ എന്നൊന്നും പറയില്ല, ഹാവ് ബിൻ അങ്ങനെ കേൾക്കുള്ളൂ. ഓക്കെ, ബീൻ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് കാഷ്വൽ കോൺവെർസേഷനിൽ ഈ ബീൻ നീട്ടാറില്ല. നിങ്ങൾ കേട്ടു ശ്രദ്ധിച്ചു നോക്കിക്കോ, പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ നല്ല ഇതായിട്ട് പഠിച്ചങ്ങ് പോയാൽ നമുക്ക് എല്ലാവർക്കും എളുപ്പമുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് വേറൊരു ലെസൺ, ഇത് ബീനല്ല ബിന്നാണെന്ന് പഠിപ്പിക്കണ്ടല്ലോ. ഇത് കൂടി തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വേണ്ട, നമ്മുടെ ഒരു ഫ്രണ്ട് ആരാണ്? ഷീല നെല്ലിയാമ്പതി പോയിരിക്കുകയാണ്, ട്രിപ്പ് ഉണ്ട്, ഗേൾസിന്റെ ട്രിപ്പ്. അപ്പൊ എങ്ങനെയാ പറയാ? ഷീല ഹാസ് ഗോൺ ടു നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ഷീല കഴിഞ്ഞ ആഴ്ച നെല്ലിയാമ്പതി പോയി തിരിച്ചെത്തി. അപ്പൊ അവൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ നെല്ലിയാമ്പതി പോയി വന്നിട്ടുള്ള ആ ഒരു നെഗളിപ്പുണ്ട് അവൾക്ക്. നെല്ലിയാമ്പതി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ഷീ ഹാസ് ബിൻ ടു നെല്ലിയാമ്പതി. അവൾക്ക് അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഷീ ഹാസ് ബിൻ ടു നെല്ലിയാമ്പതി. ഇത് തെറ്റിക്കരുത്, ഇതിന് തെറ്റിച്ചു എന്ന് ഞാൻ അറിയട്ടെ. ഇനി അടുത്തത് ഹീസ് ഗോണിന്റെ പോലെ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഹി വാസ് ഗോൺ. അതിന്റെ അർത്ഥം എന്താ? മുമ്പുള്ള ഏതൊരു സമയത്ത് നമ്മൾ അന്വേഷിച്ചപ്പോ അവനോട് ഉണ്ടായിരുന്നില്ല. ഞാനവിടെ എത്തിയപ്പോഴേക്കും അവൻ സ്ഥലം കാര്യമാക്കിയിരുന്നു. എങ്ങനെ പറയും? ഞാനവിടെ എത്തിയപ്പോഴേക്കും എങ്ങനെ പറയും? ബൈ ദ ടൈം ഐ അറൈവ്ഡ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചപ്പോഴേക്കും എന്ന് പറയണെങ്കിൽ ബൈ ദ ടൈം ആ കാര്യം സംഭവിച്ചപ്പോഴേക്കും എന്നുവെച്ചാ പാല് തിളച്ചപ്പോഴേക്കും. ബൈ ദ ടൈം മിൽക്ക് ബോയിൽഡ്. ബൈ ദ ടൈം ഹി കെയിം ബാക്ക്. അവൻ തിരിച്ചു വന്നപ്പോഴേക്കും. മനസ്സിലായോ? ഞാൻ എത്തിയപ്പോഴേക്കും. എത്തുക എന്ന് വെച്ചാൽ അറൈവ്. ബൈ ദ ടൈം ഐ അറൈവ്ഡ് എന്താ പറ്റിയേ? സ്ഥലം കാണിക്കുന്നു. ഹി വാസ് ഗോൺ. അതിന്റെ അർത്ഥം പറഞ്ഞില്ലേ, ഒന്നില്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നാവാം. പക്ഷെ ഇവിടെ അതായിരിക്കില്ല. അവനെ പൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നു. അഗൈൻ ഷെർലോക്ക് എത്തിയപ്പോഴേക്കും അവൻ അവിടുന്ന് സ്ഥലം കാലിയാക്കിയിരുന്നു. ബൈ ദ ടൈം ഐ അറൈവ്ഡ് ഹി വാസ് ഗോൺ. മനസ്സിലായോ? ആ ഒരു അപ്പൊ ഇസ് ഗോണും വാസ് ഗോണും
സ്ഥലം കാലിക്കുന്നുള്ള അർത്ഥമാണ് മെയിൻ ആയിട്ട്. വാസ് ഗോൺ എന്ന് വെച്ചാൽ പാസ്റ്റിൽ സംഭവിച്ചു, അതാണ് സിമ്പിൾ പാസ്റ്റ് ഉണ്ട്. വാസ്. ഇസ് ഗോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി പോലും കാണാനില്ല, ഇപ്പോഴത്തെ അവസ്ഥയാണ്. മനസ്സിലായോ? ഞാൻ റൂം ചെക്ക് ചെയ്തു, പക്ഷെ അവനവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു, അവനവിടുന്ന് പോയിരുന്നു. ഐ ചെക്ക്ഡ് ദ റൂം ബട്ട് ഹി വാസ് ഗോൺ. അവൻ പോയിരുന്നു. ഇനി നമ്മുടെ ഹി ഹാഡ് ഗോൺ, ഇതും ഞാൻ പറഞ്ഞ് വയറ് വെള്ളം മുഴുവൻ വറ്റിപ്പോയിരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുക? ഏത് ടെൻസ് ആണിത്? പറയൂ. പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ്. എങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് മനസ്സിലായേ? ഹാഡ് കഴിഞ്ഞിട്ട് വിത്ത് ഹി ഹാഡ് ഗോൺ, ആ രീതിയിലാണ് വരും. പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നു ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് വിത്ത്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാവിന് പകരം ഹാവിന്റെ പാസ്റ്റ് ഹാഡ് കഴിഞ്ഞിട്ട് വിത്ത്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? രണ്ട് ആക്ഷൻ നടക്കുമ്പോൾ ആദ്യം നടന്ന ആക്ഷൻ ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി അതിന്റെ കൂടെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഇടുക. ഓർമ്മ വന്നല്ലേ? അപ്പോ രണ്ട് ഇവന്റ് വേണം. അപ്പൊ അതിൽ ആദ്യം നടന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോ ഞാൻ സ്റ്റേഷനിൽ എത്തി, അപ്പോഴേക്കും അവിടുന്ന് അവൻ പോയിരുന്നു. അപ്പൊ ആദ്യം എന്താ സംഭവിച്ചത്? അവൻ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല ഞാൻ എത്തുന്നത്, അതാണ് എനിക്ക് കാണാൻ പറ്റാതിരുന്നവനെ. അപ്പൊ ഇങ്ങനെ പറയാം, ആദ്യം നടന്നത് നമ്മള് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് നമ്മള് സിമ്പിൾ പാസ്റ്റിലോ പറയാം. രണ്ടാമത് നടന്നത് എന്താ? ഞാൻ എത്തി അല്ലെ? വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവൻ പോയിരുന്നു. ഹി ഹാഡ് ഗോൺ. അവൻ കഴിഞ്ഞ ട്രെയിൻ പിടിച്ചിട്ട് അവൻ പോയിരുന്നു. അവൻ എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ഹി ഹാഡ് ഗോൺ. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യം മെല്ലെ റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ചൊക്കെ ഒന്ന് ക്ലിയർ ആവും. ഹി വെന്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് എന്തോ സംഭവിച്ചു, ഒരു പോക്ക് നടന്നു, ആ കഴിഞ്ഞു ആ കാര്യം എന്നുള്ള കാര്യം. അപ്പൊ അതിങ്ങനെയാ ഹി വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. പൊതുവെ ഇങ്ങനത്തെ സെൻസിന്റെ കൂടെ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയി ഏതെങ്കിലും സമയം, കഴിഞ്ഞ വർഷം, മനസ്സിലായോ? ഇന്ന് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ സമയം ഇന്നലെ പെട്ടതല്ലേ. അങ്ങനെ അല്ലാത്ത ഒരു കാലം പറയും. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ദിസ് മോർണിംഗ്. ഉച്ചയായിട്ടുണ്ടെങ്കിൽ ദിസ് മോർണിംഗ്, അത് കഴിഞ്ഞു പോയ സമയമല്ലേ. അതാണ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അടുത്തത് അത് ഹി വെന്റ്. ഹി ഈസ് ഗോൺ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളും കൊച്ചുണ്ണി സാർ ഹീസ് ഗോൺ, അവന്റെ ഒരു പൊടി പോലും ഇവിടെ ഇല്ല. ഓക്കെ, മൂന്നാമത് ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ എവിടെയോ പോയിരിക്കുകയാണ്, മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. പാല് ചൂടായിരിക്കുമ്പോ തിളച്ചിരിക്കുമ്പോ കോളിംഗ് ബെല്ല്, എവിടെ പോയവൻ? ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. ഓക്കെ, അത്. 4 ഹി ഹാഡ് ഗോൺ. അപ്പൊ ആലോചിക്കണം, രണ്ട് കാര്യങ്ങൾ സൈമിൾട്ടേനിയസ്ലി നടക്കുമ്പോൾ, ഒന്നും നടക്കുമ്പോൾ ആദ്യം നടന്ന ഇവന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ? ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഹി ഹാഡ് ഗോൺ. ഓക്കെ, നെക്സ്റ്റ് ഹി വാസ് ഗോൺ എന്ന് പറയുമ്പോ എന്താണത്? പാസ്റ്റില് എന്തോ സംഭവിച്ചപ്പോഴേക്കും അവിടെ അവൻ പോയിരുന്നു. ഹി വാസ് ഗോൺ. എന്ന റൂമിൽ എത്തിയപ്പോഴേക്കും ഹി വാസ് ഗോൺ അല്ലെ? അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അപ്പൊ ഇസ് ഗോണും വാസ് ഗോണൊക്കെ ആ ഇപ്പത്തെ സ്റ്റേറ്റ്, അപ്രത്യക്ഷമായ സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആളുടെ പൊടി പോലും അവിടെ ഇല്ല, ആ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ബിൻ. ഹി ഹാസ് ബിൻ ടു മുംബൈ എന്ന് പറഞ്ഞാൽ മുംബൈയിൽ അവൻ പോയിട്ടുണ്ട്. ഇപ്പൊ മുംബൈയിലല്ല, തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവൻ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ പോയത് നമുക്കറിയില്ല, പക്ഷെ ഒരിക്കൽ അവിടെ പോയ കാര്യം തിരിച്ചു വന്നിട്ടുണ്ട് ആള്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ അങ്ങനെ എവിടെ ഉണ്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ മുംബൈയിൽ പോയില്ലേ, ആ ട്രിപ്പ് കഴിഞ്ഞ് അവൻ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അർത്ഥം കേട്ടോ. അതിന്റെ അർത്ഥം ഇപ്പൊ തിരിച്ചിവിടെ നിൽക്കുകയാണ്. ഈ ടെൻസ് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നൊന്നുമില്ല. ടെൻസ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ കാര്യം യെസ് ബീൻ ടു മുംബൈ, മുംബൈയിലെ കാര്യം കഴിഞ്ഞ് അവൻ തിരിച്ചെത്തി ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ അടുത്തവൻ ഡൽഹിക്ക് പോയെന്ന് നമുക്കറിയില്ല. അപ്പൊ അതാണ് ഈ ടെൻസുകളിലും ഈ ഗോൺ ഇവന്റ് ഒക്കെ വെച്ചിട്ടുള്ള സർക്കസ്. മനസ്സിലായത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഞാനീ പറഞ്ഞ ചെറിയ ഹിൻസ്, കൊച്ചുണ്ണി, പാലളിക്കുന്നു മുതലായ ഹിൻസ് ഒക്കെ ഓർത്താ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുന്നുണ്ട്. ഓൺലൈനാണ്, ഞാൻ ലൈവായിട്ട് കോഴ്സുകൾ എടുക്കാറില്ല. പക്ഷെ കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തന്നെയാണ് ക്ലിയർ ചെയ്യുക. നമ്മൾ വെറുതെ എല്ലാവർക്കും ലൈവായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ട് അതിലെന്തെങ്കിലും സംശയം വരുമ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മളത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് ഞാൻ തന്നെ വേറെ ആരില്ല കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് ഓരോന്ന് നമ്മളിങ്ങനെ മനസ്സിലായോ അതിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഓൺലൈൻ കോഴ്സുകളുടെ കാലമാണ്. ഞാനൊക്കെ എത്രയോ കോഴ്സ് എടുക്കുന്നുണ്ട് ഓൺലൈൻ. അപ്പൊ എന്റെ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഓരോന്ന് പഠിക്കും. ഇതൊക്കെ ലൈവ് ക്ലാസ് ആയിരുന്നു, എപ്പോൾ ഇരുന്ന് പഠിക്കാൻ പറ്റും എനിക്ക് അതൊക്കെ എന്റെ കൺവീനിയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ കോഴ്സ്. ഞാൻ ലൈവ് ക്ലാസ്സുകൾ എടുക്കാറേ ഇല്ല, ആർക്കും ഓഫർ ചെയ്യുന്നതൊന്നും വിളിക്കാറില്ല, ഞാൻ എടുക്കാറേ ഇല്ല. കാരണം ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആവണ്ടേ.
ടൈമിന് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാലമല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. പഠിച്ച് ഒറ്റ കോഴ്സ് എടുത്ത് പഠിച്ച് ക്ലിയർ ആക്കണമെങ്കിൽ, പഠിക്കാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രം കോഴ്സ് എടുക്കുക. ബാക്കി നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ. ഇനി അതല്ല നിങ്ങൾ വീട്ടമ്മമാരൊക്കെയാണ്, അല്ലെങ്കിൽ മോണ്ടിസറി ടീച്ചേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ സാധാരണ ജോലികൾ, അതിൽ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഗൽഭ്യം വേണം. വേറെ ഗ്രാമറോ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. അങ്ങനെയാണെങ്കിൽ 30 ഡേ വാട്സപ്പ് കോഴ്സ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറയുന്നതാണ്. അത് ഓരോ മാസം കോഴ്സ് തുടങ്ങാറുണ്ട്. ഇടയിൽ വെച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് കൃത്യമായിട്ട് അതിന് കയറാം. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പ്രസന്റ് പെർഫെക്റ്റിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. കണ്ടു. നല്ല വീഡിയോ ആണ്. കണ്ടിരുന്നാൽ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കാണാത്തവരേക്കും ബൈ.